അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം റിമൈൻഡർ ഒക്കെ വന്ന എങ്ങനെയാണ് ഓപ്ഷൻ എലിമിനേഷൻ ചെയ്യാന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ ഒരു സെയിം റിമൈൻഡർ വരുന്ന കേസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. പിന്നെ നമുക്ക് ഡിഫറെന്റ് റിമൈൻഡേഴ്സ് വന്ന ആ ഡിഫറെന്റ് റിമൈൻഡേഴ്സിന് രണ്ട് ഇതുണ്ട്. പോസിറ്റീവ് റിമൈൻഡർ സെയിം ഉള്ള, നെഗറ്റീവ് റിമൈൻഡർ സെയിം ഉള്ള, നെഗറ്റീവ് റിമൈൻഡർ വരുന്ന കേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാനെന്നുള്ള കേട്ടോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണേ. ക്വസ്റ്റ്യനെ നോക്കാം. ദി ലീസ്റ്റ് നമ്പർ വിച്ച് വൺ ഡിവൈഡഡ് ബൈ 4, 5, 6 ലീവ്സ് റിമൈൻഡർ 1, 2, 3 റെസ്പെക്റ്റീവ്ലി അല്ലെ. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ റിമൈൻഡർ 1 വരുമെന്നും, അതുപോലെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്നു, 3 വെച്ച് ചെയ്യുമ്പോൾ 6 വെച്ച് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്നു അല്ലെ. അപ്പൊ ഇവിടെ എല്ലാതും നിങ്ങൾ നോക്കിയാൽ കാണാതായിരിക്കും ഇവിടെ റിമൈൻഡേഴ്സ് സെയിമാ അല്ലെ. അതായത് നമ്മള് പോസിറ്റീവ് ഇവിടെ 4 - 1 4 - 1 ഇസിക്കൽ എത്ര 3 ആണ് അല്ലെ. ഇനി 5 - 2 5 - 2 എത്ര റിമൈൻഡർ 3 ആണ്. ഇനി 6 - 3 ഇസിക്കൽ എത്ര റിമൈൻഡർ 3 ആണ്. അപ്പൊ ഇവിടുത്തെ റിമൈൻഡേഴ്സ് എല്ലാം എന്താണ് 3 വരുന്നുണ്ട് അല്ലെ. സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ കേസ് ഉണ്ട്, റിമൈൻഡർ ഡിഫറൻറ്റ് വരുന്ന കേസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് രണ്ടും നോക്കാം കേട്ടോ. ഓക്കെ, വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ ശരി, ഇവിടെ നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ പറയുക 4 വെച്ച് ചെയ്യുമ്പോൾ റിമൈൻഡർ 1, അതുപോലെ 5 വെച്ച് ചെയ്യുമ്പോൾ റിമൈൻഡർ 2, അതുപോലെ 6 വെച്ച് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 എന്ന് പറയാം. 4 ഓപ്ഷൻ ഉണ്ട്. ഏത് ആൻസർ വരാം? നിങ്ങൾ പറഞ്ഞേ, കമന്റ് ചെയ്ത ആൻസർ ഏത് വരാൻ പറ്റും? ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിച്ചും ചെയ്യാട്ടെ കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് സെക്കൻഡിലൊക്കെ ചെയ്യാൻ സാധിക്കും. ഇവിടെ നോക്കി നോക്കട്ടെ, നിങ്ങൾ നോക്കിയാൽ ഇവിടെ എന്താ പറഞ്ഞേക്കണം? 4 വെച്ച് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര? റിമൈൻഡർ 1 വരുന്നു. 5 വെച്ച് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുമെന്ന് പറഞ്ഞേക്കണം. 6 വെച്ച് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാ? 3 വരുന്നു. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഈ 5 വെച്ച് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ഒന്ന് ചിന്താക്കാം. റിമൈൻഡർ 2 വരില്ല. 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വന്നെങ്കിൽ എന്താണ്? അവസാന ഡിജിറ്റ് 0 അല്ലെങ്കിൽ എത്ര ആയിരിക്കണം? 5 വരുന്നു അല്ലെ. അപ്പൊ റിമൈൻഡർ 2 വന്നെങ്കിൽ എത്രയാ? 0 + 2, അതുപോലെ എന്താ 5 + 2 എത്രയായിരിക്കും? ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് ഒന്നെങ്കിൽ എന്തായിരിക്കണം? ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ അവസാനമൊക്കെ എത്ര? 7 വരുന്നതായിരിക്കും ആൻസർ അല്ലെ. നമ്മുടെ ആൻസറിന്റെ LCMന്റെ അവസാനമൊക്കെ എന്തായിരിക്കും? ഒന്നെങ്കിൽ 2 ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? 7 ആയിരിക്കും. കാരണം എന്താണ്? 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരണമെങ്കിൽ അല്ലെ. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ഓപ്ഷനിൽ അവസാനം 7, ഓപ്ഷൻ എ വരാം. ഇവിടെ 9, ഓപ്ഷൻ ബി വരത്തില്ല. ഇവിടെ 1, ഓപ്ഷൻ സി വരത്തില്ല. ഇവിടെ 3, ഓപ്ഷൻ ഡിയും വരത്തില്ല. നമ്മുടെ ഓപ്ഷൻ എ എത്രയാണ്? 57 ആണ്. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ, ഇനി നിങ്ങൾ വേണമെങ്കിൽ എന്താണ് ഇതിന്റെ അടുത്ത കണ്ടീഷൻ നോക്കിയാൽ 4 വെച്ച് ഡിവൈഡ് റിമൈൻഡർ 1, 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ് 57 അല്ലെ. ഇനി 6 വെച്ച് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വന്നേക്കാം അല്ലെ. അപ്പൊ 6 നമുക്ക് എഴുതാം. 6 നമുക്ക് 2 × 3 എഴുതാം അല്ലെ. ആ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയായിരിക്കും നോക്കാം കേട്ടോ. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരണം അല്ലെ. 57 നോക്കിയാൽ 3ന്റെ മൾട്ടിപ്പിൾ റിമൈൻഡർ 0 ആണ്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ കേട്ടോ. അതുപോലെ ഏതെങ്കിലും ഒരെണ്ണത്തെ കണ്ടീഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും കേട്ടോ. ഇനി ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് എന്താ അടുത്ത കണ്ടീഷൻ കൂടി നോക്കണമെന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? സെറ്റ് ആണ് എല്ലാവർക്കും? ഓക്കെ, അത് നോക്കാം നമുക്ക്. നെക്സ്റ്റ് നോക്കണേ. ദി സ്മോളസ്റ്റ് നമ്പർ വിച്ച് വൺ ഡിവൈഡഡ് ബൈ എത്രയാണ്? 12 and 16 ലീവ്സ് റിമൈൻഡർ 5 and 9 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, 4 ഓപ്ഷൻ ഉണ്ട്. എന്ത് വരെ നിങ്ങൾ പറഞ്ഞു? 4 ഓപ്ഷൻ ഉണ്ട്. എന്തായിരിക്കും ആൻസർ വരാൻ ചാൻസ്? കമന്റ് ചെയ്ത് എന്ത് വരാം? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓക്കെ ജി, ഓക്കെ നോക്കട്ടെ. ഓക്കെ, ഇവിടെ 12 അല്ലെ. 12 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര ഞങ്ങളാം? റിമൈൻഡർ 5 എന്ന് വെച്ചാൽ 12 നമുക്ക് എഴുതാം 3 × എത്രയാണ്? 4 എന്ന് എഴുതാം അല്ലെ. അപ്പൊ ആ നമ്പർ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരും? 5/4 റിമൈൻഡർ 1 വരും അല്ലെ. ആ സ്ഥാനത്ത് 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും? 5/3 റിമൈൻഡർ എത്രയാണ്? 2 വരും. ഓക്കെ, ക്ലിയർ ആണോ? അതിന്റെ ഓപ്ഷനിൽ നോക്കിയാൽ കണ്ടീഷൻ വന്നിട്ട് നോക്കിയാൽ 54 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3. നമുക്ക് എത്ര റിമൈൻഡർ എത്ര? 1 വരണ്ട, വരത്തില്ല. 41 വരാം അല്ലെ. 39 റിമൈൻഡർ 3, അത് വരത്തില്ല. 45 വരാം, കാരണം റിമൈൻഡർ 1 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാ? 1 ആണ് അല്ലെ. ഇനി അടുത്ത കണ്ടീഷൻ നോക്കിയാൽ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഉണ്ട്. അതായിരിക്കും സം ഓഫ് 4 + 1 സം ഓഫ് ഡിജിറ്റ് എടുക്കുക. 4 + 1 എത്രയാ? 5 അല്ലെ. 5 ഡിവൈഡ് ബൈ 3 റിമൈൻഡർ എത്രയാ? 2. ശരിയാ, റിമൈൻഡർ 2 ശരിയാണ്. ഇവിടെ നോക്കിയേ, 4 + 5 എത്ര? 9. 9ന്റെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ? റിമൈൻഡർ 0 ആയിരുന്നു അല്ലെ. നമുക്ക് വേണ്ടത് റിമൈൻഡർ 2 ആണ് അല്ലെ. ഇതേപോലെ ഓപ്ഷൻ ഡി വരത്തില്ല. നമ്മുടെ ഓപ്ഷൻ ബി എത്രയാണ്? 41 ആണ്. ക്ലിയർ ആണോ? ഒന്നിട്ട് പറയാം. 12 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 5 വരും. 12 നമുക്ക് എഴുതാം 3 × 4 എന്ന് എഴുതാം. അപ്പൊ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ നമ്പറിന് എന്ത് വരും? 5/4. അപ്പൊ എത്ര? റിമൈൻഡർ 1 ആണ് വരുന്നത് അല്ലെ. ഇനി 3 വെച്ച് ചെയ്യുമ്പോഴോ 5/3 റിമൈൻഡർ എത്ര? 2 ആണ് അല്ലെ.
അതുപോലെ ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ നോക്കി 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്നത് കേട്ടോ. ഓപ്ഷൻ നോക്കിയപ്പോഴത്തെ 55 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3, ഓപ്ഷൻ എ വരത്തില്ല. 41 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 അത് വരാം. 39 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാ 3 വരുന്നത് അല്ലേ, ഓപ്ഷൻ സിയും വരത്തില്ല. 45 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 അതും വരാം. അപ്പൊ അടുത്ത കണ്ടീഷൻ നോക്കി 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരണം അല്ലെ. അപ്പൊ സം ഓഫ് ഡീസ് വെക്കാം. 4 + 1 എത്രയാ 5, 5നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ റിമൈൻഡർ 2 ആണ് അല്ലെ. ഓപ്ഷൻ ബി വരാം. ഇവിടെ നോക്കിയാൽ 4 + 5 എത്ര 9, 9നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാ 0, കാരണം എന്താ 3ന്റെ മൾട്ടിപ്പിൾ. ഓപ്ഷൻ ഡി വരത്തില്ല. ഓപ്ഷൻ എന്താണ് എ ബി ആണ് നമ്മുടെ ആൻസർ 41 കേട്ടോ. ക്ലിയർ ആണ് എല്ലാവർക്കും? ഡൗട്ട് ഇല്ലല്ലോ? പോവാം, അടുത്തിലേക്ക് പോവാം. സിമ്പിൾ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല നിങ്ങൾ LCM ഒന്നും കണ്ടുപിടിക്കുന്ന ആവശ്യമില്ല, ഓപ്ഷൻ എനിക്ക് സാധിക്കും കേട്ടോ. ഓക്കെ, ഇനി വല്ല നമ്പർ ഒന്നല്ല എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം കേട്ടോ. അടുത്ത ഓക്കെ നോക്കിയേ, നമ്മളിപ്പോ ചെറിയ നമ്പറിൽ തുടങ്ങി ഇനി വലിയ നമ്പറിലേക്ക് വരുവാണ് കേട്ടോ. നോക്കിയേ, ദി ലാർജസ്റ്റ് നമ്പർ ഓഫ് 4 ഡിജിറ്റ് സച്ച് ദാറ്റ് വെൻ ഡിവൈഡഡ് ബൈ 15, 18, 21 and 24 the remainders are 11, 14, 17 and 20 respectively. ഓക്കെ, എങ്ങനെ ചെയ്യാൻ പറ്റുന്നു? ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. 4 ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റും ജസ്റ്റ് നോക്കാം. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ് 15 അല്ലെ. 15 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ 11 അല്ലെ. റിമൈൻഡർ 11 വരുന്നത് അവരെന്താണ് 17 ആകുമ്പോൾ 14, 21 ആകുമ്പോൾ 17, 24 ആകുമ്പോൾ 20 റിമൈൻഡർ വരുന്നതാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ ചെയ്യാൻ പറ്റും നിങ്ങൾ ജസ്റ്റ് നോക്കാം. നിങ്ങൾ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഐ എപ്പോഴും നമ്മൾ കണ്ണെപ്പോഴും നമ്മൾ എന്തിലേക്കാണ് വേണ്ടത്, നമ്മൾ ഓപ്ഷനിലേക്ക് വേണം. ഇവിടെ നോക്കളെ, ഇവിടെ 2, 5, 6, 7, ഇവിടെ 2, 5, 6, ഇവിടെ 2, 5, 6, 7 അല്ലെ. അപ്പൊ നമ്മൾ 3ന്റെ 9ന്റെ നോക്കി നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല, കാരണം സം ഓഫ് ഡിജിറ്റ്സ് സെയിം ആണ്. അതുകൊണ്ട് എന്താണ് നമുക്ക് സം ഓഫ് ഡിജിറ്റ്സ് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടത്തില്ല അല്ലെ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കിയേ, ഇവിടെ നോക്കളാ 11 ഫസ്റ്റ് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സെക്കൻഡിലൊക്കെ കൊണ്ട് ചെയ്യാൻ പറ്റും. പ്രസ് ചെയ്ത പറഞ്ഞിരിക്കുന്ന ആൻസർ വെരി ഗുഡ്, പ്രസ് ചെയ്ത കറക്റ്റ് ആൻസർ. ഓക്കെ, ഞാൻ പറയാം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് വെറും 5 സെക്കൻഡ് വരുന്നില്ല. 5 സെക്കൻഡിൽ നിങ്ങൾ പറഞ്ഞേ ഒരാൾ മാത്രം ആൻസർ പറഞ്ഞിട്ട് പ്രസ് ചെയ്ത് പറഞ്ഞ കറക്റ്റ് ആൻസർ റൈറ്റ് ആൻസർ വെരി ഗുഡ് പ്രസ് ചെയ്തേ. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയ കിട്ടിയ ബേസ് കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടൂടാ. നിങ്ങൾ ബേസ് ആലോചിക്കണം. 15 മാത്രം നോക്കിയാൽ ആൻസർ കിട്ടാം കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ 15 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര 11 അറിഞ്ഞേക്കല്ലേ. 15ന് നമുക്ക് തന്നെ എഴുതാം 3 × 5 എന്ന് എഴുതാം അല്ലെ. 3 × 5. അപ്പൊ അല്ലെങ്കിൽ ആ നമ്പറിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ കിട്ടുക? 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കണം 11നെ ഡിവൈഡ് ബൈ 5 ചെയ്യണം. 11നെ ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ 10 കഴിഞ്ഞ് ബാക്കി റിമൈൻഡർ 1 വരും അല്ലെ. അപ്പൊ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന ഏതാണോടോ അതാണ് നമ്മുടെ ആൻസർ കേട്ടോ. അപ്പൊ നമുക്കറിയാം അല്ലെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന എന്തായിരിക്കും? ഒന്നെങ്കിൽ ആ നമ്പറിന്റെ അവസാനമൊക്കെ 1 ആയിരിക്കണം, അല്ലെങ്കിൽ ആ നമ്പറിന്റെ അവസാനമൊക്കെ 6 ആയിരിക്കണം. എങ്കിൽ മാത്രമേ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുള്ളൂ. ഇനി സിമ്പിൾ അല്ലടാ, ഓപ്ഷനിൽ നോക്കിക്കടാ. ഇവിടെ 7 ഓപ്ഷൻ എ വരത്തില്ല. ഇവിടെ 6 വരാം, ഓപ്ഷൻ ബി വരാം. ഇവിടെ 5 ഓപ്ഷൻ സി വരത്തില്ല. ഇവിടെ 4 ഓപ്ഷൻ ഡിയും വരത്തില്ല. ഒരു ഓപ്ഷൻ മാത്രമല്ല, എന്താണ് ഓപ്ഷൻ എ എത്രയാണ്? ഓപ്ഷൻ ബി എത്രയാണ്? 7556. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വളരെ ടഫായിട്ട് കുട്ടികളുടെ 2, 3 മിനിറ്റ് ഒക്കെ എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വെറും 5 സെക്കൻഡോട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ജസ്റ്റ് കണ്ണിലേക്ക് നോക്കടാ 15 ആകുമ്പോൾ എത്രയാണ് 11. അപ്പൊ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1. നേരെ നോക്കടാ 6 ലാസ്റ്റ് വരുന്നതാണ്. 6, 1 വരുന്ന ഏതാണ് അതാണ് ആൻസർ. ഏതാ ഓപ്ഷനും ഒരെണ്ണം മാത്രമേ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങൾ വേറെ ഒന്നും നോക്കാൻ ആവശ്യമില്ല. നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഏത് ഓപ്ഷൻ പറ്റുമോ അത് നമ്മൾ പെട്ടെന്ന് എടുക്കുക കേട്ടോ. വേറെ അതേപോലെ ഫസ്റ്റ് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ഫസ്റ്റ് 5, 10 ഒക്കെ നോക്കുക. അതൊക്കെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ലാസ്റ്റ് ഡിജിറ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ലാസ്റ്റ് 2 ഡേയ്സ് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് അല്ലെ. സം ഓഫ് ഡിജിറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ 3 വാരം നോക്കരുത്. കാരണം എന്താ, ഈ ഡിജിറ്റുകളെല്ലാം സെയിം ആണ്. ഓപ്ഷൻ എയുടെയും ബിയുടെയും സിയുടെയും ഡിജിറ്റുകൾ സെയിം ആണ്. അപ്പൊ നമ്മൾ 9ഉം 3ഉം നോക്കിയിട്ട് കാര്യമില്ല. കാരണം എന്താണ്, സം ഓഫ് ഡിജിറ്റ്സ് സെയിം ആണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഒരു കണക്ക് കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ഓപ്ഷനിലേക്ക് നോക്കേണ്ടത് ഏത് എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ ഏത് എടുക്കണം, ആ ഐഡിയ നമുക്ക് കിട്ടണം കേട്ടോ. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അടുത്ത നോക്കാം നമുക്ക്. നെക്സ്റ്റ് വാട്ട് ഈസ് ദി ലീസ്റ്റ് നമ്പർ വിച്ച് വൺ ഡിവൈഡ് ബൈ എത്ര? 7, 8, 9 ലീവ്സ് റിമൈൻഡർ 2, 4, 6. ഓക്കെ,